ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്ന ശേഷം ഒരു ഗ്ലാസ് സേമിയ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി ഒരു 2 മിനിറ്റ് ചൂടാക്കി എടുക്കുക. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 ഗ്ലാസ് തൈരും പുളിയുള്ളതാണെങ്കിൽ 2 ടീസ്പൂൺ തൈരും ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചെറുതായി കട്ട് ചെയ്ത ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടെടുത്ത് ഏതെങ്കിലും ഷേപ്പിലേക്ക് മാറ്റിയ ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭംഗിക്ക് വേണമെങ്കിൽ കുറച്ച് സേമിയ ഇതിന്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും തൂകി കൊടുക്കാം. ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി വന്ന ശേഷം മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായി ഫ്രൈ ആയാൽ നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വീഡിയോ ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. താങ്ക്